അകാലത്തിൽ നമ്മെ വിട്ടുപിരിഞ്ഞു പോയ അതുല്യ പ്രതിഭയായ കലാഭവൻ മണി. സോഷ്യൽ മീഡിയ ഇന്നും അദ്ദേഹത്തിന് ലഭിക്കുന്ന അംഗീകാരം, പ്രേക്ഷകരിൽ അദ്ദേഹം ചെലുത്തിയ സ്വാധീനം എത്രത്തോളം എന്ന് കൃത്യമായി അടയാളപ്പെടുത്തുന്നു. താരത്തിന്റെ മരണത്തിന് പിന്നാലെ ഒട്ടനവധി അഭ്യൂഹങ്ങൾ ഉയർന്നു വന്നു. പല നടന്മാർക്കെതിരെ അടക്കം ആരോപണങ്ങൾ ഉയർന്നു വന്നതോടെ അന്വേഷണം CBI ഏറ്റെടുത്തു. ഒടുവിൽ കരൾ സംബന്ധമായ അസുഖമാണ് കലാഭവൻ മണിയുടെ മരണകാരണമെന്ന നിഗമനത്തിൽ CBI കേസ് അന്വേഷണം അവസാനിപ്പിക്കുകയും ചെയ്തു. മരണം മണിയെ തട്ടിയെടുത്തില്ലായിരുന്നെങ്കിൽ ഇന്നത്തെ തലമുറ ഏറ്റവും അധികം ആഘോഷിപ്പിക്കപ്പെടുന്ന താരങ്ങളിൽ ഒരാൾ അദ്ദേഹമായിരുന്നു എന്ന് വലിയൊരു വിഭാഗം പ്രേക്ഷകരും ഇപ്പോഴും അഭിപ്രായപ്പെടുന്നു. ഇപ്പോഴിതാ കലാഭവൻ മണിയുടെ ഒരു പഴയ അഭിമുഖത്തിന്റെ ഭാഗങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി മാറിയിരിക്കുകയാണ്. താൻ അഭിനയിച്ച ഏതാനും ചില കഥാപാത്രങ്ങളെക്കുറിച്ച് കൈരളി ടിവിക്ക് മുമ്പ് എങ്ങോ നൽകിയ അഭിമുഖത്തിൽ കലാഭവൻ മണി സംസാരിക്കുന്നതാണ് അദ്ദേഹത്തിന്റെ വാക്കുകൾ. ബുദ്ധിക്ക് കുറച്ച് കുറവുള്ള ഏതാനും കഥാപാത്രങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. മീനത്തിൽ താലികെട്ട്, അച്ചാമ്മക്കുട്ടിയുടെ അച്ചായൻ, കണ്ണെഴുതി പൊട്ടുംതൊട്ട്, കരുമാടിക്കുട്ടൻ തുടങ്ങിയ ചിത്രങ്ങളിലെല്ലാം വേഷങ്ങൾ അതിന് ഉദാഹരണങ്ങളാണ്. കരുവാടിക്കുട്ടൻ തീർത്തും അങ്ങനെയെന്ന് പറയാനാകില്ല. അത് നല്ല ആരോഗ്യമുള്ള കഥാപാത്രമായിരുന്നു എന്ന് കലാഭവൻ മണി പറയുന്നു. മീനത്തിൽ താലികെട്ടിന്റെ കഥാപാത്രം ഭയങ്കര രസമായിരുന്നു. അച്ഛനായ ജനാർദ്ദൻ ചേട്ടന് പറയുന്ന ഡയലോഗ് ഹിറ്റാണ്. അച്ചാമ്മക്കുട്ടിയുടെ അച്ചായനിലും അതുപോലെ തന്നെ. പപ്പുവേട്ടന് ഞാൻ ഒരു സിഗരറ്റിൽ പടക്കം വെച്ച് കൊടുക്കുന്നുണ്ട്. അത് വലിച്ചിട്ട് പപ്പുവേട്ടൻ വരുന്ന വരവുണ്ട്. അത് ഏറെ രസകരമായ ഒരു സീനായിരുന്നു. അതേ ചിത്രത്തിൽ തന്നെ മറ്റൊരു സീനുണ്ട്. മോർച്ചറിയിൽ നിന്ന് ഒരു മൃതദേഹം ദഹിപ്പിക്കാൻ കൊണ്ടുപോകുന്നത്. മോർച്ചറിയിൽ നിന്ന് ആളുമാറി മൃതദേഹത്തിന് പകരം ഞാൻ കയറി കിടക്കും. അതിൽ തീ വെക്കിടിയിക്കുന്നത് കൊണ്ട് നീ കിടക്കണ്ട എന്ന് രാജൻ പി ദേവ് പറയുന്നുണ്ട്. ഒരു പ്രശ്നവുമില്ല, തീ ഇട്ടോ എന്ന് പറഞ്ഞ് ഞാൻ കിടന്നു. തീ വെക്കുമ്പോൾ എഴുന്നേറ്റോടുന്ന സീനുണ്ട്. മീനത്തിൽ തലകിട്ട ആദ്യ സീൻ തന്നെ നന്നായി ആസ്വദിച്ചാണ് ചെയ്തത്. ഭക്ഷണം കഴിക്കാനായി വീട് മൊത്തം തപ്പുകയാണ്. അവസാനം തലയുടെ മുകളിൽ അരിപ്പൊടിയും പാട്ടയും തുടങ്ങി എല്ലാ സാധനവും കൂടി വീണിട്ട് പ്രത്യേക തരത്തിൽ ചിരിച്ചു നിൽക്കുന്ന ഒരു രംഗമാണ് അതെന്നും കലാഭവൻ മണി ഓർക്കുന്നു. കണ്ണെഴുതി പൊട്ടും തൊട്ടിലെ എൻ്റെ കഥാപാത്രത്തിന് ഒരു കൈ തളർന്നതാണ്. ഒരു പാട്ട് രംഗത്തിൽ മണിയമ്പിള്ള ചേട്ടനൊക്കെ വന്ന് എന്നെ അടിക്കുന്ന സീനാണ്. ശരിക്കും ചങ്കുപൊട്ടി അഭിനയിച്ച രംഗമായിരുന്നു അത്. ആ സീൻ കണ്ടപ്പോൾ മണിച്ചേട്ടന് ഭയങ്കര വിഷമം തോന്നി. മണിച്ചേട്ടൻ്റെ അഭയം കണ്ട് നിൽക്കാൻ വലിയ പ്രയാസമായിരുന്നു എന്ന് മഞ്ജു വാര്യർ പറഞ്ഞു. ശരിക്കും അന്ന് മുതലൊക്കെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള വേഷങ്ങൾ എന്നെ തേടിയെത്താൻ തുടങ്ങിയത്. ആ കഥാപാത്രമൊക്കെ ശരിക്കും മനസ്സ് തട്ടിയാണ് അഭിനയിച്ചതെന്നും ആരാധകരുടെ പ്രിയപ്പെട്ട മണി കൂട്ടിച്ചേർത്തു. കലാഭവൻ മണി തങ്ങളോടും എത്രത്തോളം പ്രിയപ്പെട്ടതായിരുന്നു എന്ന് യൂട്യൂബ് വീഡിയോയുടെ കമന്റ് ബോക്സിൽ ആരാധകർ വ്യക്തമാക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും.